ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് സബ്ജക്റ്റിൽ വരുന്ന 6ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സോഴ്സസ് ഓഫ് എനർജി എന്നാണ്. സോ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്കൊരു ചിത്രമാണല്ലേ തന്നത്. എന്താണ്, ഒരു സ്കൂളിൽ കുട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നതാണ്. എന്തൊക്കെ കളിക്കുന്നുണ്ട്? ബാറ്റ് കളിക്കുന്നുണ്ട്, ഷട്ടില്, ബോള്, അങ്ങനെ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്കൊരു PT സാറിനെയും കാണാം. ഡോണ്ട് യു ആൾസോ പ്ലേ സച്ച് ഗെയിംസ്? നിങ്ങളും ഇതുപോലെയുള്ള കളികളൊക്കെ കളിക്കാറില്ലേ? നിങ്ങളുടെ സ്കൂളിലും എന്താണ് PT ഹവറൊക്കെ ഉണ്ടാവും അല്ലേ? സോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കളികൾ നിങ്ങളും ഫ്രണ്ട്സും ഒത്ത് കളിക്കാറുണ്ടാവും. ഡോണ്ട് യു ഫീൽ ടയേർഡ് വെൻ കണ്ടിന്യൂസ്ലി ഇൻവോൾവ്ഡ് ഇൻ ഗെയിംസ്? ഇതുപോലുള്ള കളികൾ നിങ്ങൾ ഒരുപാട് സമയം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ എന്നാണ് ചോദിച്ചത്. നമ്മൾ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം കളിച്ചാൽ നമ്മൾ ടയേർഡ് ആവും അല്ലേ? സോ എന്താണ് ആൻസർ? യെസ് എന്നാണ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീലിംഗ് ടയേർഡ്? എന്തുകൊണ്ടാവാം ഇങ്ങനെ ഒരുപാട് സമയം നമ്മൾ കളിക്കുമ്പോൾ ടയേർഡ് ആവുന്നത്, ക്ഷീണിക്കുന്നത്? കാരണം നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ബോഡി ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാണ്. വെൻ വി പ്ലേ അവർ ബോഡി ഈസ് ഡൂയിങ് വേരിയസ് വർക്ക്സ്. അതുകൊണ്ടാണ് നമ്മുടെ ബോഡി ക്ഷീണിക്കുന്നത്. ദി എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കാൾഡ് എനർജി. നമ്മൾ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കളിക്കുമ്പോൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷീണം അനുഭവപ്പെടുന്നത്. സോ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം, വർക്ക്, എന്തെങ്കിലും ജോലികൾ ചെയ്യാനുള്ള കഴിവ്, എബിലിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. വാട്ട് ഈസ് എനർജി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ലൈന് എഴുതാൻ പറ്റും. വി കനോട്ട് സീ എനർജി. നമുക്ക് എനർജി കാണാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ കളിക്കുകയാണെങ്കിൽ, ഷട്ടിലൊക്കെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ കളിക്കുന്നതേ കാണാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ആ ഒരു എനർജീനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇഫ് മാനിഫെസ്റ്റ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻസ്. അതെന്താണ്? നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു എനർജി വരുന്നത്. നിങ്ങൾ ഓടുമ്പോഴും ചാടുമ്പോഴും കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ എനർജി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു എനർജിയെ കാണാൻ പറ്റില്ല. പക്ഷെ കാണാൻ പറ്റുന്ന വേറെ എനർജികളുണ്ട്. അതായത് ഹീറ്റ് എനർജി, ചൂട്, അത് നമുക്ക് കാണാൻ, അനുഭവിക്കാനൊക്കെ പറ്റും. പിന്നെ ലൈറ്റ് എനർജി, വെളിച്ചം, അതും നമുക്ക് കാണാൻ പറ്റിയ ഒരു എനർജിയാണ്. സോ നമുക്ക് എക്സ്പീരിയൻസ്, നമുക്ക് അനുഭവിക്കാൻ പറ്റിയ രണ്ട് വേറെ എനർജികളാണ് ഹീറ്റും ലൈറ്റും എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എനർജി എന്താണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, വാട്ട് ആർ ദി സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വെർ എനർജി ഈസ് യൂട്ടിലൈസ്ഡ്? നിങ്ങളുടെ വീട്ടിൽ എനർജി ഉപയോഗിക്കുന്ന, എനർജി ഇതാക്കുന്ന ഡിഫറൻസ് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ഫോർ കുക്കിംഗ്. നമ്മൾ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അടുപ്പിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജിയാണ് ഉണ്ടാവുന്നത്. പിന്നെ കറണ്ടിൻ്റെ അടുപ്പൊക്കെ ആണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നുണ്ട്. ഇനി മറ്റു എക്സാമ്പിൾസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ ലൈറ്റിംഗ് എന്ന് എഴുതാം. നമ്മൾ ബൾബൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ലേ, അവിടെ എന്താണ്? ലൈറ്റ് എനർജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോർ ലൈറ്റിംഗ് എന്ന് എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് എഴുതാം ഫോർ റണ്ണിങ് ഫാൻസ്, TV, വാഷിംഗ് മെഷീൻ, ഒക്കെ എക്സെട്ര. ഇതൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ്. ഫാൻ വർക്ക് ചെയ്യാൻ, പിന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ, അതിനൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങളവിടെ ഫോർ റണ്ണിങ് ഫാൻസ്, വാഷിംഗ് മെഷീൻ എന്നൊക്കെ എഴുതി കൊടുക്കുക. ഇവിടെ ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലായില്ലേ? ഇനി ചോദിക്കുകയാണ്, വാട്ട് ആർ ദി സോഴ്സസ് ഫ്രം വിച്ച് എനർജി ഫോർ കുക്കിംഗ് ഈസ് ഒബ്റ്റെയിൻഡ്? നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ്? ചില വീട്ടിൽ അടുപ്പുകൾ കത്തിക്കുന്ന വിറകുണ്ടാവും. അങ്ങനെ വിറക് കത്തിച്ചിട്ടാണ് നമുക്ക് ഹീറ്റ് എനർജി കിട്ടുന്നത്. സോ നമുക്ക് ഫയർ വുഡ് എന്ന് എഴുതാം. പിന്നെ നമുക്ക് ചില വീട്ടിൽ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ടാവും.
കറണ്ട് അടുപ്പ് ഉണ്ടാവും. സോ നമുക്ക് ഇലക്ട്രിക് സ്റ്റൗ എന്ന് എഴുതാം. പിന്നെ ചിലയിടത്ത് ഗ്യാസ് സ്റ്റൗ ഉണ്ടാവും, നമുക്ക് LPG എന്ന് എഴുതാം. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി കിട്ടുന്നത്. നെക്സ്റ്റ് പേജ് എടുത്ത് ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങൾ, അതായത് നമ്മൾ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നതിനാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അതായത് പെട്രോൾ, ഡീസൽ, കെറോസിൻ ഒക്കെ ഫ്യൂവൽസിൻ്റെ എക്സാമ്പിളാണ്. ഗ്യാസൊക്കെ ഇത് നമ്മുടെ വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ? ഒന്നാമത്തേതാണ് ഓപ്പൺ ഹെർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പാണ്. ഇവിടെ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെയുള്ള അടുപ്പാണല്ലേ, അത് നമ്മൾ വിറക്, ഫയർവുഡ് ഉപയോഗിച്ചിട്ട് കത്തിക്കുന്നതാണ്. രണ്ടാമത്തെ പിക്ചറിലുള്ളത് കെറോസിൻ സ്റ്റൗ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണൻ്റെ അടുപ്പാണ്. മൂന്നാമത്തതും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഗ്യാസ് സ്റ്റൗ ആണ്. വിച്ച് ടൈപ്പ് ഡു യു ഹാവ് ഇൻ യുവർ ഹോം? നിങ്ങളുടെ വീട്ടിലുള്ള അടുപ്പ് ഏതാണ്? ഇതിൽ ഏത് ടൈപ്പ് ഓഫ് സ്റ്റൗ ആണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? ഓപ്പൺ ഹെർത്താണോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ, കെറോസിൻ സ്റ്റൗ ഏതാണെന്ന് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. വി യൂസ് സ്റ്റൗസ് ഫോർ കുക്കിംഗ് ഫുഡ്. നമ്മുടെ അടുപ്പുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുപ്പുകൾ ഉപയോഗിക്കുന്നത്, സ്റ്റൗകൾ ഉപയോഗിക്കുന്നത്. ഫുഡ് ഐറ്റംസ് ആർ കുക്ക്ഡ് വെൻ ദേ റിസീവ് എനർജി ഫ്രം ഹീറ്റ്. എങ്ങനെയാണ് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്നത്? അവർക്ക് ഹീറ്റ് കിട്ടുമ്പോഴാണ് അവർക്കൊരു എനർജി കിട്ടും. അങ്ങനെയാണ് അത് പാചകം ചെയ്യുന്നത് അല്ലേ? ഫുഡ് ഐറ്റംസ് ഒക്കെ വേവുന്നത് നമ്മൾ കത്തിക്കുമ്പോൾ, അവർക്ക് നമ്മൾ ചൂടാക്കുമ്പോൾ ഒരു എനർജി കിട്ടും. അങ്ങനെയാണ് ഭക്ഷണങ്ങളൊക്കെ വേവുന്നത്, റെഡി ആവുന്നത്. ഹൗ ഈസ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ സ്റ്റൗസ് ഷോൺ ഇൻ ദ പിക്ചർ? ഇവിടെ പിക്ചറിലുള്ളതിൽ എങ്ങനെയാണ് എനർജി ഉണ്ടാവുന്നത്? വിച്ച് മെറ്റീരിയൽസ് ബേൺസ് ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് സ്റ്റൗ? ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഓരോ ടൈപ്പ് സ്റ്റൗവിലും കത്തിക്കുന്നത്? ആദ്യത്തേത് ഓപ്പൺ ഹെർത്തിൽ ഏതാണ്? വിറകുകളാണ് കത്തിക്കുന്നത് അല്ലേ? വിറകുകളാണ് കത്തിക്കുന്നത്. കെറോസിൻ സ്റ്റൗവിൽ കെറോസിൻ എന്ന് പറഞ്ഞ ഫ്യൂവലാണ് അവിടെ ഹീറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ ഗ്യാസ് ആണ് കത്തിക്കുന്നത്. ഓക്കെ, വിച്ച് ആർ അതർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ജനറേറ്റ് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റു മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഡീസൽ എഴുതാം, പെട്രോൾ എഴുതാം, കോൾ എഴുതാം. ഓക്കെ, ഇവിടെ താഴെ ബോക്സിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങളാണ്. നമ്മൾ ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുന്ന സാധനങ്ങൾക്കാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് നോക്കാം. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. അതെന്ന് പറയുന്നത് കുറച്ച് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ കത്തിക്കുമ്പോൾ എന്താണ് ചൂടുണ്ടാവുന്നത്, ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ സബ്സ്റ്റൻസിനാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. മെനി മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ ആൻഡ് കോൾ ആർ ഫ്യൂവൽസ്. ഇവിടെ ഫ്യൂവൽസിന് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വുഡ്, മരങ്ങൾ എന്താണ് കത്തിക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? കെറോസിൻ കത്തിക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. LPG, പെട്രോൾ ഒക്കെ ഇത് ഫ്യൂവൽസിൻ്റെ എക്സാമ്പിളാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഫ്യൂവൽസിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം, ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം, അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പേജ് എടുത്ത് വാട്ട് ഹെൽപ്സ് ഇൻ ബേണിംഗ്? കത്താൻ വേണ്ടിയിട്ട് എന്താണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇവിടെ താഴെ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഓപ്പൺ ഹെർത്താണ്, അടുപ്പാണ് തന്നിട്ടുള്ളത്, വിറകടുപ്പാണ്. അവിടെ ഒരാൾ നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് കുഴലിലൂടെ ഊതുന്നുണ്ട്, ബ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്ലോയിങ് എയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊതുന്നതിന് പറയുന്നതാണ്. സോ നിങ്ങളൊക്കെ വീട്ടിൽ ഉമ്മമാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അടുപ്പിൽ തീ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊതി കൊടുക്കുമല്ലേ, എന്നപ്പോൾ തീ നന്നായിട്ട് കത്തും. സോ ഇവിടെ പറയാണ്, ഡസ് ദി ഫയർവുഡ് ഓൾവേസ് ബേൺ വെൽ ഇൻ ഹെർത്ത്? അടുപ്പിൽ എല്ലായ്പ്പോഴും നന്നായിട്ട് കത്തിക്കൊണ്ടേ ഇരിക്കുമോ? ഇല്ലല്ലേ, ചിലപ്പോൾ അത് കെട്ടുപോകും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് കെട്ടുപോകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളത് ഊതിക്കൊടുക്കും. വാട്ട് ഈസ് ടു ബി ഡൺ ടു മേക്ക് ദി ഫയർവുഡ് ബേൺ വെൽ? ഫയർവുഡ് നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നാണ് നമ്മളിവിടെ പറഞ്ഞത്, ബ്ലോയിങ് എയർ, ഊതുക എന്നുള്ളത്.
പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയ മറ്റൊരു പോയിൻ്റാണ് ഉണങ്ങിയ വിറകുകൾ ഉപയോഗിക്കുക. നിങ്ങൾ കാണാം മായ ഇന്ന് നനയാതെ നിങ്ങളുടെ വീട്ടിൽ ഉമ്മമാരൊക്കെ വിറകുകൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കാണാം. എന്താണ് അതിന് കാരണം? ഉണങ്ങിയ വിറകുകളാണ് കത്തുക. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. യൂസ് ഡ്രൈ വുഡ്സ്, ഉണങ്ങിയ വിറകുകൾ ഉപയോഗിക്കുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്? നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ മുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പൈപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഊതുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അങ്ങനെ പൈപ്പിലൂടെ ഊതുമ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് എയർ അടുപ്പിലേക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്തും. കൂടുതൽ എയർ ചെല്ലുമ്പോഴാണ് നന്നായിട്ട് കത്തുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അവിടെ നമുക്ക് എഴുതാം ടു സപ്ലൈ മോർ എയർ ടു ഹെൽപ്പ് ദി ഫയർവുഡ് ബേൺ ബെറ്റർ. നമ്മൾ കൂടുതൽ എയർ കൊടുക്കുകയാണ്. എന്തിനാണ്? ഫയർവുഡ് മരങ്ങൾ നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യമാണ് ഈസ് എയർ നെസസറി ഫോർ ബേണിംഗ്? കത്താൻ വേണ്ടിയിട്ട് എയർ നിർബന്ധമാണോ? എയർ അത്യാവശ്യമാണോ? ലെറ്റ്സ് കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. ടേക്ക് 2 കാൻഡിൽസ് ഓഫ് സെയിം സൈസ്, സെയിം വലുപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക. ലൈറ്റ് ബോത്ത് ദി കാൻഡിൽസ്, എന്നിട്ട് രണ്ടും കത്തിക്കുക. കവർ വൺ ഓഫ് ദം വിത്ത് എ ഗ്ലാസ്. ഒന്ന് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ഒരു മെഴുകുതിരി മാത്രം, ഒരു കാൻഡിൽ മാത്രം ഇങ്ങനെ അടച്ചു വെക്കുക. ഒബ്സർവ് ബോത്ത് ദി കാൻഡിൽസ്, എന്നിട്ട് മെഴുകുതിരികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക. വാട്ട് ഹാപ്പൻഡ് ടു ദം? നമ്മൾ ഗ്ലാസ് കൊണ്ട് അടച്ചു വെച്ച കാൻഡിലിൻ്റെ തീ എന്താണ്? അണഞ്ഞു പോവും അല്ലേ? ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യാത്ത തിരി അങ്ങനെ നന്നായിട്ട് കത്തുകയും ചെയ്യും. ഇവിടെ ചിത്രത്തിൽ കാണുന്നില്ലേ? അതുപോലെയാണ് സംഭവിക്കുന്നത്. സോ നമുക്ക് അവിടെ എഴുതാം ദ ഫ്ലെയിം ഓഫ് എ കാൻഡിൽ കവേർഡ് വിത്ത് ഗ്ലാസ് വെന്റ് ഔട്ട്. ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത കാൻഡിൽ അണഞ്ഞു പോവും, കാൻഡിലിൻ്റെ തീ അണഞ്ഞു പോവും. വാട്ട് കൺക്ലൂഷൻ ഡു യു അറൈവ് അറ്റ് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്? ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കൺക്ലൂഷൻ, നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്താണെന്നാണ് ചോദ്യം. നമ്മൾ എന്താണ് കണ്ടെത്തിയത്? കത്താൻ വേണ്ടിയിട്ട് കത്താൻ വേണ്ടിയിട്ട് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ, വായു അത്യാവശ്യമാണ്. സോ നിങ്ങൾ കൺക്ലൂഷൻ എഴുതുക. എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ്. ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, കത്താൻ വേണ്ടിയിട്ട് വായു അത്യാവശ്യമാണ്. വിത്തൗട്ട് എയർ ദ ഫ്ലെയിം ഗോസ് ഔട്ട്. വായു ഇല്ലെങ്കിൽ തീ കെട്ടുപോവും, അണഞ്ഞു പോവും. പ്രിപ്പയർ എൻ എക്സ്പെരിമെൻറ്റ് നോട്ട്. നമ്മൾ ചെയ്ത ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പെരിമെൻറ്റ് നോട്ട് തയ്യാറാക്കാം. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പരീക്ഷണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്, നമ്മുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആദ്യം നമുക്ക് ലക്ഷ്യം എഴുതാം. എന്തിനാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടെത്തുന്നത്? ടു ഫൈൻഡ് ഔട്ട് ഇഫ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. കത്താൻ വേണ്ടിയിട്ട്, ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വായു അത്യാവശ്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. മെറ്റീരിയൽസ് നീഡഡ്. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനാവശ്യം? 2 കാൻഡിൽസ്, 2 മെഴുകുതിരികൾ, 1 ഗ്ലാസ്, ഒരു ഗ്ലാസ്. മെത്തേഡ് ലൈറ്റ് ബോത്ത് കാൻഡിൽസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ആണ് മെത്തേഡ്സിൽ എഴുതേണ്ടത്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഈ 2 മെഴുകുതിരികളും കത്തിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് കവർ 1 കാൻഡിൽ വിത്ത് എ ഗ്ലാസ്. എന്നിട്ട് കത്തിച്ചതിന് ശേഷം ഇതിൽ ഒരു മെഴുകുതിരി ഒരു ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് വെക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ലീവ് ദി അതർ കാൻഡിൽ ഓപ്പൺ. അടുത്ത മറ്റേ മെഴുകുതിരി അങ്ങനെ തന്നെ തുറന്ന് വെക്കുക. ഒബ്സർവേഷൻ, നമ്മുടെ കണ്ടെത്തലുകൾ. ദി കാൻഡിൽ അണ്ടർ ദി ഗ്ലാസ് ഗോസ് ഔട്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള കാൻഡിൽ അണഞ്ഞു പോവും. ദി അതർ കാൻഡിൽ കീപ്സ് ബേണിംഗ്. ഗ്ലാസ് കവർ ചെയ്യാത്ത മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കും. അടുത്തത് കൺക്ലൂഷൻ. നമ്മൾ എന്താണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതിൽ കണ്ടെത്തിയത് എന്നാണ്. എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ്. കത്താൻ വേണ്ടിയിട്ട് വായു അത്യാവശ്യമാണ്. വിത്തൗട്ട് എയർ ദ ഫ്ലെയിം ഗോസ് ഔട്ട്. വായു ഇല്ലെങ്കിൽ തീ അണഞ്ഞു പോവും. ഓക്കെ, ഇതുവരെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പിക്ചർ തന്നിട്ട് കൺക്ലൂഷൻ എന്താണ്, എന്തുകൊണ്ടാണ് മെഴുകുതിരി അണഞ്ഞു പോയത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. സോ ഈ ഒരു എക്സ്പെരിമെൻ്റൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പേജ് നോക്കാം. ഹൗ ടു യൂസ് എ ഹെർത്ത്. ഒരു അടുപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. യു ഒബ്സർവ്ഡ് ദ പിക്ചർ ഓഫ് എ ഹെർത്ത് ഡിഡിൻറ്റ് യു? നമ്മൾ അവിടെ ഒരു പിക്ചറിൽ
ഒരു അടുപ്പിൻ്റെ ഒരു ചിത്രം കണ്ടിരുന്നു അല്ലേ കഴിഞ്ഞ പേജിൽ. സോ ഈസ് ഇറ്റ് പോസിബിൾ ടു യൂട്ടിലൈസ് ഓൾ ദി ഹീറ്റ് എനർജി ജനറേറ്റഡ്? നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാവുന്ന എല്ലാ ഹീറ്റും ഉപയോഗിക്കുന്നത് സാധ്യമാണോ? ഇല്ലല്ലേ. നമുക്ക് ചിലപ്പോൾ തീയൊക്കെ അണഞ്ഞു പോവാം. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ തീ നന്നായിട്ട് കത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്? അങ്ങനെ ഈ ഒരു ഹീറ്റ് നഷ്ടമാവുന്നത് എങ്ങനെ തടയാം എന്നാണ് ചോദിച്ചത്. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി വെസൽ ആൻഡ് ദി ഹെർത്ത് ഷുഡ് ബി മിനിമൈസ്ഡ്. അതായത് അടുപ്പും പാത്രവും തമ്മിലുള്ള ഈ ഒരു ദൂരം, ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറയ്ക്കുക. നമ്മൾ അടുപ്പിൽ ഇങ്ങനെ മുകളിലായിട്ട് പാത്രം വെക്കുകയാണല്ലോ. സോ നമുക്ക് എത്ര അടുത്തിട്ട് വെക്കാൻ പറ്റുമോ അത്ര അടുത്ത് തീയോട് അടുപ്പിച്ചിട്ട് പാത്രം വെക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഹീറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 3 പോയിന്റ്സ് എഴുതി കൊടുക്കണം. നമുക്ക് പോയിന്റ് എഴുതാം. യൂസ് ഡ്രൈ വുഡ്. എന്താണ്? ഉണങ്ങിയ വിറകുകൾ ഉപയോഗിക്കുക. യൂസ് ഡ്രൈ ഫയർവുഡ് ഫോർ ബെറ്റർ ബേണിംഗ്. അടുത്ത പോയിന്റ് എഴുതാം. കവർ ദി വെസൽ വിത്ത് എ ലിഡ് ടു കീപ് ഹീറ്റ് ഇൻസൈഡ്. നമ്മുടെ പാത്രം, വെസൽ എന്ന് പറഞ്ഞാൽ പാത്രം എന്താണ്? ഒരു മൂടി കൊണ്ട് കവർ ചെയ്യുക. ലിഡ് എന്ന് പറഞ്ഞാൽ മൂടി. എന്നാൽ എന്താണ്? ഉള്ളിലെ തീ നമുക്ക് എന്താ ചെയ്യുക? അവിടെ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റും. എൻഷുവർ പ്രോപ്പർ എയർ ഫ്ലോ ടു കീപ് ദി ഫയർ ബേണിംഗ് എഫിഷ്യൻ്റ്ലി. അതായത് അടുപ്പിലേക്ക് നന്നായിട്ട് വായു എത്തിച്ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിലാണ് നന്നായിട്ട് കത്തുക. ഓക്കെ, ഈ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി കൊടുക്കുക. നമ്മൾ ഇവിടെ പഠിച്ചത് ഫ്യൂവൽസ് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതുവരെ പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ ഫ്യൂവൽസിൻ്റെ മറ്റു ഉപയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ്. ഡീസൽ എന്താണ്? ഡീസൽ ഒരു ഫ്യൂവലിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ഹെവി വെഹിക്കിൾസ് ലൈക്ക് ബസ്സസ്, ട്രക്സ് ആൻഡ് എക്സ്കവേറ്റേഴ്സ്. അതായത് ഡീസൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? വലിയ വാഹനങ്ങളിലാണ്. ബസ്, ട്രക്സ് പോലത്തെ വലിയ വാഹനങ്ങളിലാണ് ഡീസൽ ഉപയോഗിക്കുന്നത്. However, petrol, diesel and gas are used in light vehicles like cars and auto rickshaws. പിന്നെ പെട്രോളും ഡീസലും ഗ്യാസൊക്കെ എവിടെയും ഉപയോഗിക്കുന്നുണ്ട്? ചെറിയ വാഹനങ്ങളിലും, അതായത് കാറ്, ഓട്ടോറിക്ഷസ് പോലുള്ള ചെറിയ വാഹനങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറീസ് യൂട്ടിലൈസ് കോൾ, ഗ്യാസ് ആൻഡ് നാഫ്ത. ജെറ്റ് ഫ്യൂൽ ഈസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ്സ്. ഈ ഫാക്ടറീസ് ഒക്കെ ഉപയോഗിക്കുന്നത് കോൾ, ഗ്യാസ്, നാഫ്ത പോലത്തെ ഫ്യൂവൽസ് ആണ്. പിന്നെ എയർക്രാഫ്റ്റ്സിൽ ഉപയോഗിക്കുന്നത് ജെറ്റ് ഫ്യൂവലാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം. വാട്ട് ആർ അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ്? ഡിസ്കസ്. ഫ്യൂവൽസിൻ്റെ, ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്കസ്, ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ സോഴ്സ്? സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉറവിടം. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ പെട്രോൾ ആൻഡ് ഡീസൽ റീച്ച് ദി പെട്രോൾ പമ്പ്സ്. ഈ പെട്രോൾ പമ്പിൽ എങ്ങനെയാണ് ഡീസലും പെട്രോളും എത്തുന്നത്? പെട്രോൾ പമ്പിലേക്ക് ഇങ്ങനെ ലോറിയിലൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ടല്ലേ, അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദി ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി എർത്ത്. അത് ഭൂമിയിൽ നിന്നും എടുത്ത് എക്സ്ട്രാക്റ്റ് ചെയ്ത ക്രൂഡ് ഓയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഡു യു നോ ഹൗ ക്രൂഡ് ഓയിൽ ഈസ് ഫോംഡ്? അങ്ങനെയാണെങ്കിൽ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്നത് എർത്തിൽ നിന്ന് എടുത്ത ക്രൂഡ് ഓയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? Coal, crude oil and natural gas are made from the organic matter trapped underground millions of years ago. ക്രൂഡ് ഓയിലും കോളും നാച്ചുറൽ ഗ്യാസൊക്കെ ലഭിക്കുന്നത് വർഷങ്ങളോളം മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഈ ഒരു അവശിഷ്ടങ്ങൾ, ഓർഗാനിക് അവശിഷ്ടങ്ങൾ ഉണ്ടാവില്ല, അതായത് പ്ലാന്റ്സ്, എനിമൽസ് ഒക്കെ അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരുപാട് കൊല്ലത്തോളം, വർഷങ്ങളോളം ഇങ്ങനെ അടിഞ്ഞു കൂടി നിന്ന് അതിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഫ്യൂവൽസ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അതായത് പെട്രോൾ, ഡീസലൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ അടിക്കാനാണ്. പിന്നെയോ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നിത്യവും ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
Fuels used in daily life such as petrol, diesel, kerosene and LPG used for cooking are all refined products obtained from the crude oil. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ ഈ പറഞ്ഞ കെറോസിനും LPGയും ഡീസലും പെട്രോളൊക്കെ ക്രൂഡ് ഓയിൽ നിന്നാണ് കിട്ടുന്നത്. Coal was used as fuel for running trains and ships and also for operating industries before diesel and electricity became popular. നമ്മൾ കോൾ എന്ന് പറഞ്ഞ ഫ്യൂവൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ട്രെയിൻസിലും ഷിപ്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഇലക്ട്രിസിറ്റിയും ഡീസലും ഒക്കെ അത്ര പ്രശസ്തമാവുന്നതിൻ്റെ മുൻപ്, പോപ്പുലർ ആവുന്നതിൻ്റെ മുൻപേ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ കോള് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നൗ എ ഡേയ്സ് കോൾ ഈസ് പ്രൈമർലി യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ്. അതായത് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തെർമൽ പവർ പ്ലാന്റ്സിൽ കോളാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും കോളാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓയിൽ റിഗ്, പെട്രോളിയം റിഫൈനറി, പെട്രോൾ പമ്പ്, LPG എന്നിവയൊക്കെയാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഫോസിൽ ഫ്യൂൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഓർഗാനിസത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഫോസിൽ ഫ്യൂൽസ് ആർ ഫോംഡ് ഫ്രം ദി റിമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. സോ ആ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലിവിങ് ഓർഗാനിസം, ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. Their stock decreases and eventually runs out by consumption. അതിൻ്റെ ഉപയോഗം കാരണം അതിൻ്റെ സ്റ്റോക്ക് കുറഞ്ഞു. These are referred to as non-renewable energy source. ഇതിനാണ് non-renewable energy source എന്ന് പറയുന്നത്. Non-renewable energy sourceന് എക്സാമ്പിളാണ് പെട്രോൾ, ഡീസൽ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ. ഇത് വീണ്ടും വീണ്ടും ഉൽപ്പാദിക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. നമ്മൾക്ക് ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് ഇത് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുക. അടുത്തത് നെക്സ്റ്റ് പേജിൽ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഫോസിൽ ഫ്യൂവൽസ് തന്നിട്ടുണ്ട്. നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോളൊക്കെ ഫോസിൽ ഫ്യൂവൽസിന് എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ക്രൂഡ് ഓയിലിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ തൊട്ട് മുൻപത്തെ പേജിൽ പറഞ്ഞു പെട്രോൾ, ഡീസൽ, LPG, കെറോസിനൊക്കെ ഈ ഒരു ക്രൂഡ് ഓയിൽ നിന്നും റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ്. സോ നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ ഇവിടെ എഴുതി കൊടുക്കാം. ഇവിടെ എഴുതുക LPG, കെറോസിൻ, പെട്രോൾ, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞിരുന്നു എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നത് ജെറ്റ് ഫ്യൂവൽ ആണെന്ന്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ്. ഫ്യൂവൽസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫോംസ്. വി ഹാവ് ലേൺഡ് അബൌട്ട് വേരിയസ് ടൈപ്പ് ഓഫ് ഫ്യൂവൽസ്. നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഇന്ധനങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. സം ഓഫ് ദം ആർ, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വുഡ്, കെറോസിൻ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കോൾ ആൻഡ് LPG. ഇതൊക്കെയാണ് അല്ലേ. In addition to the above mentioned, find out other fuels and group them based on their physical states. തൊട്ടു മുകളിൽ പറഞ്ഞ ഈ ഒരു ഫ്യൂവൽസ് അല്ലാതെ മറ്റു ഫ്യൂവൽസിൻ്റെ പേര് എഴുതി അവയെ ഫിസിക്കൽ സ്റ്റേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ സ്റ്റേറ്റ്സ് 3 ടൈപ്സ്, 3 സ്റ്റേറ്റുകളാണ്, 3 അവസ്ഥകളാണ് വരുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരമാണ്, അതായത് ഖരാവസ്ഥയിലുള്ളത്. അതായത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ടേബിൾ, ബുക്ക്, മേശ, അങ്ങനത്തെ കല്ല്, അതൊക്കെ എന്തിൽ പെടുന്നതാണ്? സോളിഡിൽ പെടുന്നതാണ്. ഇവിടെ ഫ്യൂവൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോളൊക്കെ സോളിഡിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റാണ് ലിക്വിഡ്. ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ പെടുന്നത് വെള്ളം പോലുള്ളതാണ്, ഒഴുകുന്ന ടൈപ്പാണ്. അതായത് പെട്രോൾ, ഡീസൽ, കെറോസിനൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തേതാണ് ഗ്യാസ്. ഇതിൽ നമ്മുടെ LPG ഗ്യാസൊക്കെ, ബയോഗ്യാസൊക്കെ ഈ ഒരു സ്റ്റേറ്റിൽ ഉൾപ്പെടുന്നതാണ്. സോ നമുക്കിവിടെ വേർതിരിച്ച് ക്ലാസിഫൈ ചെയ്ത് എഴുതാവുന്നതാണ്. സോളിഡിൽ നമുക്ക് എഴുതാം വുഡ്, കോൾ, കൗഡൻ. പിന്നെ ലിക്വിഡിൽ പെട്രോൾ, ഡീസൽ, കെറോസിൻ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത. ഗ്യാസിൽ ഉൾപ്പെടുന്നതാണ് LPG, നാച്ചുറൽ ഗ്യാസ്, ബയോഗ്യാസ്.
അടുത്ത താഴെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇത് കാലങ്ങൾക്കനുസരിച്ച് വന്ന ട്രെയിനിൻ്റെ മാറ്റമാണ്. അതായത് ആദ്യത്തെ കാലത്ത് എന്തായിരുന്നു, കോൾ ട്രെയിൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് മാറി ഡീസൽ ട്രെയിനായി. പിന്നെ അത് മാറി ഇലക്ട്രിക് ട്രെയിനായി. സോ ഇതൊരു ട്രെയിനിൻ്റെ ഒരു ഇന്നോവേഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. കറൻ്റ്ലി ഇലക്ട്രിക് ട്രെയിൻസ് ആർ കോമൺ ഇൻ ഓപ്പറേഷൻ. ഇപ്പോൾ ഈ ഒരു കാലത്ത് ഇലക്ട്രിക് ട്രെയിനാണ് നമ്മൾ കോമൺ ആയിട്ട് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്. ഇലക്ട്രിസിറ്റി ഈസ് എൻ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്യൂൽസ്. നമുക്ക് ഫ്യൂൽസിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. വി കാൺഡ് ഇമാജിൻ ലൈഫ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി നൗഎഡേയ്സ്. നമുക്ക് ഈ ഒരു കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല, അല്ലേ? വാട്ട് ആർ ദി വേരിയസ് നീഡ്സ് ഇൻ ഹൗസ് ദാറ്റ് റിക്വയർ ഇലക്ട്രിസിറ്റി? നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതിനൊക്കെയാണ് ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളത് എന്നാണ് ചോദിച്ചത്. ഒട്ടുമിക്ക കാര്യങ്ങൾക്കൊക്കെ വേണമല്ലേ? അതായത് നമ്മുടെ ലൈറ്റ് വെളിച്ചത്തിന്, ഫാൻ കറങ്ങാൻ, റണ്ണിങ് ഓഫ് ഫാൻ, വർക്കിംഗ് ഓഫ് വാഷിംഗ് മെഷീൻ, വർക്കിംഗ് ഓഫ് മിക്സി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്. ചില ഇലക്ട്രിക് സ്റ്റൗ ആണെങ്കിൽ വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് സ്റ്റൗ എന്നൊക്കെ എഴുതാം. ഒരുപാട് കാര്യങ്ങൾക്ക്, ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കറണ്ട് നിത്യജീവിതത്തിൽ അത്യാവശ്യമാണ്. എങ്കിൽ നിങ്ങൾക്കറിയുമോ ഈ ഒരു കറണ്ട് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന്? ഹൗ ഈസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്? നമുക്ക് താഴെ വായിക്കാം. Hydroelectricity. We can construct a model of a turbine, water wheel and conduct an experiment as shown in the picture. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വാട്ടർ വീൽ ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണം നടത്തി നോക്കാം എന്നാണ്. റൈറ്റ് ഡൗൺ നോട്ട്സ് ഓൺ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി മോഡൽ ഇൻ യുവർ സയൻസ് ഡയറി. ഈ ഒരു മോഡൽ നിർമ്മിക്കുന്നതിൻ്റെ നോട്ട്സ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നെയിം ഓഫ് ദി എക്യുപ്മെൻറ്റ്, ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ പേര്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കൺസ്ട്രക്ഷൻ, ഇത് നിർമ്മിക്കുന്നതിൻ്റെ നിങ്ങളുടെ ഉദ്ദേശം. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഡയഗ്രാം. സ്റ്റെപ്സ് ഓഫ് ദി കൺസ്ട്രക്ഷൻ, നിർമ്മിക്കുന്നതിൻ്റെ സ്റ്റെപ്സ്. ഇതൊക്കെയാണ് നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. നമ്മളിവിടെ കണ്ടെത്തുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ വീൽ ഉപയോഗിച്ചിട്ട്, വെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, എങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം എന്നാണ്. അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എഴുതി തയ്യാറാക്കേണ്ടത്. ആദ്യം നമ്മളോട് നമ്മൾ ഉണ്ടാക്കുന്ന എക്യുപ്മെൻറ്റിൻ്റെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിത്രത്തിൽ കാണുന്ന വാട്ടർ വീൽ അഥവാ ടെർബൈൻ്റെ മോഡലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്, ഉദ്ദേശം എന്ന് പറയുന്നത് to show how water can be used to turn a wheel and create movement like in hydroelectric power. ഹൈഡ്രോഇലക്ട്രിക് പവറിൽ പോലെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വീലിനെ കറക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് റിക്വയർഡ്: പ്ലാസ്റ്റിക് ബോട്ടിൽ, സ്റ്റിക്ക്, കാർഡ്ബോർഡ്, ഗ്ലൂ, സിസർ, ബേസിൻ അല്ലെങ്കിൽ ഒരു ടബ്, വാട്ടർ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഇനി ഡയഗ്രാം, നിങ്ങളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ ഒരു ചിത്രം പോലെ ഒരു വാട്ടർ വീലിൻ്റെ ചിത്രം നിങ്ങൾ വരച്ചു കൊടുക്കുക. അടുത്തത് നമുക്ക് ഈ ഒരു വാട്ടർ വീല് നിർമ്മിക്കുന്നതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. സ്റ്റെപ്സ് ഓഫ് ദി കൺസ്ട്രക്ഷൻ. ആദ്യത്തെ സ്റ്റെപ്പ്, കട്ട് ദ ബോട്ടിൽ ആൻഡ് അറ്റാച്ച് ബ്ലേഡ്സ് ടു മേക്ക് എ വീൽ. ആദ്യം നിങ്ങളൊരു വെയിൽ നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത്. ഫിക്സ് ദ വീൽ ഓൺ എ സ്റ്റിക്ക് സോ ഇറ്റ് ക്യാൻ ടേൺ. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീല് ഒരു സ്റ്റിക്കുമ്മേൽ ഫിക്സ് ചെയ്യുക. പ്ലേസ് ഇറ്റ് എബോവ് എ ബേസിൻ. ഇതൊരു ബേസിൻ്റെ മുകളിലായിട്ട് വെക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രത്തിൽ കാണാം, അതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പ്, പ്യുർ വാട്ടർ ഫ്രം ദി ബോട്ടിൽ ഓൺ ദി വീൽ. എന്നിട്ട് കുപ്പിയിൽ നിന്ന് ഈ വീലിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വാച്ച് ദ വീൽ ടേൺ വിത്ത് ദി ഫ്ലോ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് വീല് കറങ്ങുന്നത് ശ്രദ്ധിക്കുക. ദിസ് ഷോസ് ഹൗ വാട്ടർ എനർജി ക്യാൻ ടേൺ എ ടെർബൈൻ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇവിടെ ഇത് കാണിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് വാട്ടർ എനർജി ടെർബൈനെ തിരിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നാണ്. സോ നമ്മളിവിടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണേ.
ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. അതിൻ്റെ മുൻപേ ആയിട്ട് ചെറിയൊരു കാര്യം പറയാണ്. നമ്മൾ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചാൽ മതി. സോ നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണം ചെയ്തിരുന്നു ടർബൈൻ ഉപയോഗിച്ചിട്ട്. ഇവിടെ ചോദിക്കുകയാണ്, ഹൗ ഡസ് ദി ടർബൈൻ റൊട്ടേറ്റ്? എങ്ങനെയാണ് ടർബൈൻ കറങ്ങുന്നത്? നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഒരു വീലിൻ്റെ ബ്ലേഡിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സോ ഈ ഒരു വെള്ളം ഇതിൻ്റെ വീലിൽ തട്ടുമ്പോഴാണ് ഈ ഒരു ടർബൈൻ കറങ്ങുന്നത്. ദി ഫാളിംഗ് വാട്ടർ ഹിറ്റ്സ് ദി ബ്ലേഡ് ഓഫ് ദി ടർബൈൻ ആൻഡ് പുഷസ് ദം, മേക്കിംഗ് ദി ടർബൈൻ സ്പിൻ. ഓക്കെ, ഇനി ഡസ് ദി വേരിയേഷൻ ഇൻ ദി ഫോഴ്സ് ഓഫ് ഫാളിംഗ് വാട്ടർ ഇൻഫ്ലുവൻസ് ദി സ്പീഡ് ഓഫ് ടർബൈൻ? ഈ ഒരു വീഴുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സിലുണ്ടാകുന്ന വ്യത്യാസം ടർബൈൻ്റെ സ്പീഡിൽ, ടർബൈൻ കറങ്ങുന്നതിൻ്റെ സ്പീഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നാണ്. ഉണ്ടില്ലേ, മാറ്റം വരുത്തും. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നതെങ്കിൽ നമ്മുടെ വീല് സ്പീഡിൽ കറങ്ങും. ഫോഴ്സ് ഇല്ലാതെയാണ് വെള്ളം വീഴുന്നതെങ്കിൽ വീല് മല്ലനെ കറങ്ങുള്ളൂ. സോ നമുക്ക് എഴുതാം, യെസ്, അതെ. ഇഫ് ദ വാട്ടർ ഫാൾസ് വിത്ത് മോർ ഫോഴ്സ്, വെള്ളം കൂടുതൽ ഫോഴ്സിൽ വീണാൽ ദ ടർബൈൻ സ്പിൻസ് ഫാസ്റ്റർ, ടർബൈന് വേഗത്തിൽ കറങ്ങും. ഇഫ് ഇറ്റ് ഫാൾസ് സ്ലോലി, വെള്ളം വീണത് മല്ലനെയാണെങ്കിൽ ഇറ്റ് സ്പിൻസ് സ്ലോവർ, അത് മല്ലനെയാണ് കറങ്ങുക, പതുക്കെയാണ് കറങ്ങുന്നത്. ഓക്കെ, വിൽ ദി ചേഞ്ച് ഇൻ ദി ഹൈറ്റ് ഓഫ് ദി ബോട്ടിൽ എഫക്ട് ദി സ്പീഡ് ഓഫ് ദി ടർബൈൻ? കുപ്പി നമ്മൾ വെക്കുന്ന ആ ഒരു ഹൈറ്റ് ഇല്ലേ, ആ ഒരു ഹൈറ്റും ഈ ടർബൈൻ കറങ്ങുന്നതിൻ്റെ സ്പീഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചത്. മുകളിൽ ചിത്രത്തിൽ നോക്കിക്കേ, കുപ്പി ഒരു ഹൈറ്റിലാണ്. ചിലപ്പോൾ ആ ഒരു ഹൈറ്റ് കുപ്പി താഴ്ത്തി പിടിക്കുന്നതിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി പൊക്കി പിടിക്കുന്നതിലോ എന്തെങ്കിലും വീലിൻ്റെ സ്പീഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നാണ്. മാറ്റം വരുത്തും. ഹൈറ്റ് കൂടിയാൽ ഫോഴ്സ് കൂടും. അതായത് നമ്മൾ കുറച്ചുകൂടി ഹൈറ്റിലാണ് വെക്കുന്നതെങ്കിൽ വെള്ളം വീഴുന്നതിൻ്റെ ഫോഴ്സ് കൂടും. അത് കാരണം എന്താണ്, ടർബൈന് വേഗത്തിൽ കറങ്ങും. ഓക്കെ, യെസ്, ഇഫ് ദ ബോട്ടിൽ ഈസ് കെപ്റ്റ് ഹയർ വാട്ടർ ഫാൾസ് ഫാസ്റ്റർ. നമ്മൾ ബോട്ടിൽ നമ്മുടെ ഹൈറ്റിൽ വെച്ചാൽ വെള്ളം വേഗത്തിൽ വീഴും. ആൻഡ് ടർബൈൻ സ്പിൻസ് ഫാസ്റ്റർ, അതുകൊണ്ട് ടർബൈന് സ്പീഡിൽ കറങ്ങും. ഇഫ് ഇറ്റ്സ് ലോവർ, അത് ലോവർ ഹൈറ്റിലാണ് വെക്കുന്നതെങ്കിൽ ഇറ്റ് സ്പിൻസ് സ്ലോലി, മല്ലനെ കറങ്ങുകയുള്ളൂ. ഈ ഒരു എക്സ്പെരിമെൻറ്റും താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മളിവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ ഒരു മോഡലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ പറയാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഈസ് ജനറേറ്റഡ് യൂസിങ് ദി എനർജി പ്രസൻറ്റ് ഇൻ ദി വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ്. ഈ റിയൽ ആയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഡാമിലുള്ള വെള്ളത്തിൻ്റെ എനർജി ഉപയോഗിച്ചിട്ടാണ്. The water is released downwards as per demand to turn the turbines and drive the generator to generate electricity. ഈ ടർബൈൻ കറങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വിട്ടിട്ടാണ് അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വെള്ളം കൊണ്ട് എങ്ങനെയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ പറയാണ്, ഇലക്ട്രിസിറ്റി ഫ്രം ദി വിൻഡ്, കാറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ താഴെ നിങ്ങൾക്ക് വിൻഡ് മില്ലിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട്. പാം ലീഫ് വിൻഡ് ഫാന്, ഒരു പാം ലീഫ് കൊണ്ട് ഒരു ഫാന് തയ്യാറാക്കിയിട്ടുള്ളതും തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പാം ലീവ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ഒരു ഫാന് നിർമ്മിക്കാൻ പറയാണ്. സ്റ്റാൻഡ് ഔട്ട്സൈഡ് ഹോൾഡിംഗ് ദിസ് ഫാൻ, എന്നിട്ട് ഈ ഒരു ഫാന് കയ്യിൽ പിടിച്ചിട്ട് പുറത്ത് നിൽക്കുക. ഡസ് ദി ഫാൻ റൊട്ടേറ്റ്? അപ്പോൾ ഈ ഒരു നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിർമ്മിച്ച ഈ ഒരു ഫാന് കറങ്ങുമോ? യെസ്, കറങ്ങും അല്ലേ. വെൻ ഡസ് ദ ഫാൻ റൊട്ടേറ്റ് ബെറ്റർ? എപ്പോഴാണ് ഈ ഒരു ഫാന് നന്നായിട്ട് കറങ്ങുന്നത്? എപ്പോഴാണ്? നന്നായിട്ട് കാറ്റ് എത്തുമ്പോഴാണ് അല്ലേ, കാറ്റ് തട്ടുമ്പോഴാണ് ഈ ഒരു ഫാന് നന്നായിട്ട് കറങ്ങുന്നത്. വിൻഡ് ഹാസ് ദി എബിലിറ്റി ടു മൂവ് ഒബ്ജക്ട്സ്. കാറ്റിന് എന്ത് കഴിവുണ്ട്? ഒബ്ജക്റ്റ്, വസ്തുക്കൾ അനക്കാനുള്ള കഴിവുകളുണ്ട്.
വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂട്ടിലൈസിങ് ദി എബിലിറ്റി ഓഫ് വിൻഡ്. കാറ്റിൻ്റെ ഈ ഒരു കഴിവ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വെൻ ദി ബ്ലേഡ്സ് ഓഫ് എ വിൻഡ് മിൽ റൊട്ടേറ്റ് ദേ ഡ്രൈവ് എ കണക്റ്റഡ് ടർബൈൻ ആൻഡ് ജനറേറ്റർ ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. നമ്മൾ ഈ ഒരു വിൻഡ് മില്ലില്ലേ, ഇവിടെ ചിത്രത്തിൽ കണ്ട ഈ ഒരു വിൻഡ് മില്ലിൻ്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതുമായി കണക്റ്റ് ചെയ്ത ടർബൈനും കറങ്ങും. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞത് സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം. കാറ്റിന് വസ്തുക്കൾ, സാധനങ്ങൾ അനക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ കാറ്റാണ് ഈ ഒരു വിൻഡ് മില്ലിൻ്റെ ബ്ലേഡ്സ് അനക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പിക്ചറിൽ നിങ്ങൾക്ക് എന്ത് കാണാം? വിൻഡ് മില്ലിൻ്റെ വീൽസ് കാണാവുന്നതാണ്. സോ അതെന്താണ്? കാറ്റടിക്കുമ്പോൾ അത് കറങ്ങും. അങ്ങനെ അതുമായി കണക്റ്റ് ചെയ്ത ടെർബൈനും അത് കാരണം കറങ്ങും. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. വിൻഡ് ക്യാൻ മൂവ് തിങ്സ്. വെൻ വിൻഡ് ടേൺസ് ദി ബ്ലേഡ്സ് ഓഫ് എ വിൻഡ് മിൽ ഇറ്റ് സ്പിൻസ് എ ടർബൈൻ. ദ ടർബൈൻ ഹെൽപ്സ് മേക്ക് ഇലക്ട്രിസിറ്റി. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെയാണ് വിൻഡ് മില്ല് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതിയാൽ മതി. In Kerala, electricity is generated from wind energy in places like Ramakkal-Medu, കഞ്ഞിക്കോട് ആൻഡ് അട്ടപ്പാടി. നമ്മുടെ കേരളത്തിൽ വിൻഡ് എനർജി ഉപയോഗിച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 3 സ്ഥലങ്ങൾ. വൈ ആർ വിൻഡ് മിൽസ് ഇൻസ്റ്റാൾഡ് ഇൻ ദോസ് പ്ലേസസ്? ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ വിൻഡ് മിൽസ് കൊണ്ടുവന്നത് എന്തിനാണ്? നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞു വിൻഡ് മിൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വിൻഡ് മിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നന്നായിട്ട് കാറ്റ് ഉണ്ടാവണം. ഇവിടെ രാമക്കൽമേടു, കഞ്ഞിക്കോട്, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിൽ എന്താണ്? നല്ലോണം ശക്തിയായിട്ടുള്ള കാറ്റുണ്ട്. സോ അതുകൊണ്ടാണ് വിൻഡ് മിൽസ് അവിടെ വെച്ചത്. അത് കാരണം നമുക്ക് ഒരുപാട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ എഴുതാം, വിൻഡ് മിൽസ് നീഡ് സ്ട്രോങ് വിൻഡ് ടു വർക്ക്. വിൻഡ് മിൽസിന് നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് വേണം അത് പ്രവർത്തിക്കണമെങ്കിൽ. പ്ലേസസ് ലൈക്ക് രാമക്കൽമേടു, കഞ്ഞിക്കോട് ആൻഡ് അട്ടപ്പാടി ഹാവ് എ ലോട്ട് ഓഫ് വിൻഡ്. ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കാറ്റുണ്ട്, നന്നായിട്ട് കാറ്റടിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. സോ വിൻഡ് മിൽസ്, അതുകൊണ്ട് വിൻഡ് മിൽസ് ആർ പുട്ട് ദെയർ ടു മേക്ക് ഇലക്ട്രിസിറ്റി യൂസിങ് ദി വിൻഡ്. ഈ ഒരു കാറ്റ് ഉപയോഗിച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചത്. നെക്സ്റ്റ് താഴെ ബോക്സിൽ പറയുന്നത് നോക്കാം. വിൻഡ് ഈസ് എൻ എനർജി സോഴ്സ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് യൂസ്ഡ് സിൻസ് ഏൻഷ്യൻറ്റ് ടൈംസ്. പണ്ട് മുതലേ ഉള്ള സമയത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് വിൻഡ്, കാറ്റെന്ന് പറയുന്നത്. അതൊരു എനർജി സോഴ്സ് ആണ്. ദ പവർ ഓഫ് വിൻഡ് വാസ് യൂട്ടിലൈസ്ഡ് ഫോർ ട്രാവലിംഗ് ഇൻ റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ്. പുഴകളിലും കടലുകളിലൊക്കെ എന്താണ് ഈ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻഡിൻ്റെ പവർ ഉപയോഗിച്ചിരുന്നു എന്നാണ്. സ്റ്റോംസ് കോസ് ഡാമേജസ് ആൻഡ് കലാമിറ്റീസ് ആസ് ദേ ആർ റിച്ച് ഇൻ എനർജി. സ്റ്റോം എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ടുള്ള കാറ്റാണ്, കൊടുങ്കാറ്റ് എന്നൊക്കെ പറയില്ലേ, അതെന്താണ്? അത് കൊടുങ്കാറ്റിന് എന്താണ്? നല്ലോണം ശക്തി ഉണ്ടാവും. അത് കാരണം ഒരുപാട് ഡാമേജസ്, ഒരുപാട് നഷ്ടങ്ങൾ അത് കാരണം ഉണ്ടാവാറുണ്ട്. Nowadays, the possibility of storms can be predicted through weather forecast and warnings. ഇപ്പോൾ ഉള്ള കാലത്ത് നമുക്ക് ഈ ഒരു കൊടുങ്കാറ്റൊക്കെ എന്താണ്, ഈ ഒരു കാലാവസ്ഥ നിരീക്ഷകരൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വൈകിട്ട് നമുക്ക് അതിൻ്റെ ചാൻസ് ചെറുതായിട്ട് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. We can reduce the rate of calamities and losses if we take പ്രിക്വേഷൻസ് അക്കോർഡിംഗ് ടു ദം. അതനുസരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ നമുക്ക് ഈ ഒരു സ്റ്റോം കാരണം ഉണ്ടാവുന്ന ഈ ഒരു ഡാമേജസും നഷ്ടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ എനർജി ഫ്രം വാട്ടർ പഠിച്ചു. വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് പഠിച്ചു. പിന്നെ കാറ്റിൽ നിന്ന് പഠിച്ചു. ഇവിടെ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫ്രം ദി സൺലൈറ്റ് ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള എനർജിയാണ് നമ്മളിവിടെ പറയുന്നത്. എനർജി ഫ്രം ദി സൺലൈറ്റ്. കീപ് എ
സ്റ്റീൽ വെസൽ ഇൻ എ പ്ലേസ് വെയർ സൺലൈറ്റ് ഈസ് അവൈലബിൾ. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ടുവെക്കുക, ഒരു സ്റ്റീലിൻ്റെ പാത്രം കൊണ്ടുവെക്കുക. ടച്ച് ദി വെസൽ ആഫ്റ്റർ സം ടൈം. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു പാത്രം, വെസൽ എന്ന് പറഞ്ഞാൽ പാത്രമാണ്, ആ പാത്രം ഒന്ന് തൊട്ട് നോക്കുക. വാട്ട് ഡു യു എക്സ്പീരിയൻസ്? നിങ്ങൾ അപ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്? എന്താണ്? നമുക്ക് ചൂട്, ഹീറ്റ് അനുഭവപ്പെടും അല്ലേ? നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം കൊണ്ട് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് അത് തൊടുമ്പോൾ അത് നന്നായിട്ട് ചൂടായിരിക്കും. സോ നമ്മളത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഹീറ്റ്, ചൂടാണ് അനുഭവപ്പെടുന്നത്. വാട്ട് ഈസ് ദ റീസൺ? അതിനെന്താണ് കാരണം? കാരണം സൂര്യപ്രകാശത്തിൽ എന്തുണ്ട്? ഹീറ്റ് എനർജി ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പാത്രം ചൂടാവുന്നത്. നമുക്ക് എഴുതാം, വെൻ യു കീപ്പ് എ സ്റ്റീൽ വെസൽ ഇൻ സൺലൈറ്റ്. നമ്മൾ സൂര്യപ്രകാശത്തിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ചാൽ ഇറ്റ് ബിക്കംസ് ഹോട്ട് ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയത്തിന് ശേഷം അത് ചൂടാകും. ദിസ് ഈസ് ബിക്കോസ് സൺലൈറ്റ് ഗിവ്സ് ഹീറ്റ് എനർജി. ഇതിന് കാരണം സൂര്യപ്രകാശത്തിൽ ഹീറ്റ് എനർജി ഉള്ളത് കൊണ്ടാണ്. അടുത്തത് ചോദിക്കുകയാണ്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് സം വാട്ടർ ഈസ് പ്യൂർഡ് ഇൻ ടു ദി വെസൽ. നമ്മൾ കുറച്ച് വെള്ളം ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ഒഴിക്കുന്ന പാത്രം കൂടി ചൂടാവും അല്ലേ? സോ നമുക്ക് എഴുതാം, ഇഫ് യു പ്യുവർ വാട്ടർ ഇൻ ടു ദി ഹോട്ട് വെസൽ. നമ്മൾ ഈ ഒരു ചൂടായ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ദ വാട്ടർ വിൽ ആൾസോ ബിക്കം വാം. ഈ വെള്ളം കൂടി ചൂടാവും. വാം എന്ന് പറഞ്ഞാൽ ചൂട്. ഇൻ വാട്ട് വേസ് ആർ ദി എനർജി ഫ്രം ദി സൺലൈറ്റ് യൂട്ടിലൈസ്ഡ്? സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഫോർ ഡ്രൈയിങ് ഒബ്ജക്ട്സ്. വസ്തുക്കൾ ഉണക്കിക്കൊണ്ട്, അതായത് നമ്മൾ നനഞ്ഞ ഒബ്ജക്ട്സ്, വെറ്റായിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ വെയിലത്ത് കൊണ്ട് വെച്ചാൽ ആ ഒരു സൺലൈറ്റിൻ്റെ എനർജി കാരണം അത് ഉണങ്ങി കിട്ടും, അത് ഡ്രൈ ആയി കിട്ടും അല്ലേ? സോ അങ്ങനെ നമുക്ക് ഈ ഒരു സൺലൈറ്റിൻ്റെ എനർജി ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റു 2 പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് കുക്കിംഗ് ചെയ്യാൻ, പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് സോളാർ കുക്കേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് സോളാർ കുക്കേഴ്സ് ഉപയോഗിച്ചിട്ട് പാചകം ചെയ്യുന്നത് ഒരു ഉപയോഗമായിട്ട് എഴുതാം. പിന്നെ നമ്മൾ സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനും നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഈ 2 പോയിന്റ്സ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇവിടെ താഴെ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് സോളാർ സ്റ്റൗ അല്ലെങ്കിൽ സോളാർ കുക്കറാണ്, രണ്ടാമത്തേത് സോളാർ വാട്ടർ ഹീറ്റർ ആണ്. ഇതൊക്കെ സോളാർ എനർജി ഉപയോഗിച്ചിട്ട്, സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള എനർജി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്, ഡിവൈസസ് ആണ്. വാട്ട് ആർ ദി ഡിവൈസസ് ഇൻ ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ? ഇനി താഴെ നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഡിവൈസസിൻ്റെ, ഈ ഉപകരണങ്ങളുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചിത്രത്തിലുള്ളത് സോളാർ പവേർഡ് കാൽക്കുലേറ്റർ ആണ്, സോളാർ എനർജി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന കാൽക്കുലേറ്റർ ആണ്. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്, അതായത് സോളാർ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ ലൈറ്റ് വെക്കില്ലേ, അതാണ് ഈ ഇവിടെ ലൈറ്റ് കത്തുന്നത് സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ്. മൂന്നാമത്തെ ചിത്രത്തിലുള്ളത് സോളാർ ലാമ്പ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഡിവൈസസിനൊക്കെ, ഈ ഉപകരണങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ദി സോളാർ പാനൽസ് ഇൻ ദിസ് ഡിവൈസസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻ ടു എനർജി. അതായത് ഈ ഒരു ഉപകരണങ്ങളിലുള്ള സോളാർ പാനൽസ് ആണ് സൂര്യപ്രകാശത്തെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നത്. When sunlight falls on the solar cells in the solar panel, electricity is generated. ഈ ഒരു സോളാർ പാനലിലുള്ള സോളാർ സെല്ലിലേക്ക് സൂര്യപ്രകാശം വന്ന് വീഴുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ഇതൊന്ന് പഠിച്ചു വെക്കണം, ഈ ഒരു ലൈന് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, devices that generate electricity from sunlight are widely used in homes and other establishment. ഇത്തരത്തിലുള്ള സൂര്യപ്രകാശം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ വീട്ടിലും പല സ്ഥലങ്ങളിലുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കാലത്താണ് അധികമായിട്ടും ഇറങ്ങിയിട്ടുള്ളത് കറണ്ടിൻ്റെ വണ്ടികളുണ്ടല്ലേ, വാഹനങ്ങളുണ്ട്. കറണ്ട്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന വെഹിക്കിൾസ് ഉണ്ട്.
ഹാവ് യു നോട്ടീസ്ഡ് വെഹിക്കിൾസ് വിത്ത് ഗ്രീൻ നമ്പർ പ്ലേറ്റ്സ്? നിങ്ങൾ ഗ്രീൻ നമ്പർ പ്ലേറ്റ്സ് ഉള്ള വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്ട് ആർ ദെയർ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? എന്തൊക്കെയായിരിക്കും അവരുടെ പ്രത്യേകതകൾ എന്നാണ് ചോദിച്ചത്. ഈ ഒരു ഗ്രീൻ നമ്പർ പ്ലേറ്റ്സ് ഉള്ള വാഹനങ്ങളാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അത് പെട്രോളിനും ഡീസലിനും പകരം അത് ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്തിട്ടായിരിക്കും ആ വാഹനങ്ങൾ ഓടുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് എയർ പൊല്യൂഷൻസ്, വായു മലിനീകരണം കുറവായിരിക്കും. ഈ 2 പോയിന്റ്സ് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. They run on electricity instead of petrol or diesel. They do not cause air pollution. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ കാറിൽ നമുക്ക് കറണ്ട് ചാർജ് ചെയ്യുന്നത് കാണാം അല്ലേ? പെട്രോൾ അടയ്ക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഇലക്ട്രിസിറ്റി ആണ് കൊടുക്കുന്നത്. ഒബ്സർവ് ദി ടൈപ്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രസൻറ്റ് ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ നിരീക്ഷിച്ച് നിങ്ങളുടെ ഏരിയയിലുള്ള ചുറ്റുപാടിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് നിരീക്ഷിച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഇലക്ട്രിക് കാർസ്, ഇലക്ട്രിക് ഓട്ടോറിക്ഷോസ്, ഇലക്ട്രിക് ബസ്, ഇലക്ട്രിക് ബൈക്ക്, ഇതൊക്കെ എഴുതാം. നിങ്ങളുടെ ഏരിയയിൽ ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണോ അതാണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്ത താഴെ പറയാണ് റിന്യൂവബിൾ എനർജി സോഴ്സ്. ഇവിടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് പഠിച്ചിരുന്നു അല്ലേ? ഈ ഒരു പാഠത്തിൽ തന്നെ എന്തായിരുന്നു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്? നമുക്ക് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. അതാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. അതായത് പെട്രോൾ, ഡീസലൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സൺലൈറ്റ്, വിൻഡൊക്കെയാണ്, സൂര്യപ്രകാശം, കാറ്റൊക്കെയാണ്. വാട്ട് ആർ ദി സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സ് സച്ച് ആസ് സൺലൈറ്റ്, വിൻഡ്? സൂര്യപ്രകാശം, വിൻഡ് പോലെയുള്ള റിന്യൂവബിൾ എനർജി സോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? ദേ ആർ നാച്ചുറലി അവൈലബിൾ. ഈ ഒരു സൂര്യപ്രകാശം, കാറ്റെന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അത് പ്രകൃതിപരമായിട്ട് ഉണ്ടാവുന്നതാണ്. ദേ നെവർ റൺ ഔട്ട്. അതൊരിക്കലും തീർന്നു പോവില്ല. ദേ ഡു നോട്ട് കോസ് പൊല്യൂഷൻ. അത് മലിനീകരണം ഉണ്ടാക്കുകയില്ല. ദേ ആർ സേഫ് ഫോർ എൻവിറോൺമെൻറ്റ്. നമ്മുടെ എൻവിറോൺമെൻറ്റിന് അത് സേഫാണ്, അത് നല്ലതാണ്, സുരക്ഷിതമുള്ളതാണ്. അടുത്ത നെക്സ്റ്റ് പേജ് എടുത്തേ. എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സ്ഹോസ്റ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ. സൂര്യപ്രകാശം, കാറ്റ് പോലെയുള്ള എനർജികൾ അതിൻ്റെ ഉപയോഗം കാരണം അത് ക്ഷയിക്കുകയില്ല, അത് കുറയില്ല. ദീസ് ആർ നോൺ ആസ് റിന്യൂവബിൾ എനർജി സോഴ്സ്. ഇതിനാണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോവാത്തതിനാണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ദീസ് എനർജി സോഴ്സസ് ഡു നോട്ട് കോസ് എയർ പൊല്യൂഷൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ഇതുപോലുള്ള എനർജികൾ എന്താണ്? എയർ പൊല്യൂഷൻ ഒന്നും വായു മലിനീകരണമൊന്നും ഉണ്ടാക്കുകയില്ല. ഓക്കെ. അടുത്തത് ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇത് കൊച്ചിൻ എയർപോർട്ടാണ്. ഇതാണ് ലോകത്തിൽ ആദ്യമായിട്ട് സോളാർ പവേർഡ് എയർപോർട്ട്. ദിസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ജനറേറ്റ് ദി ഇലക്ട്രിസിറ്റി നീഡഡ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ യൂസിങ് സോളാർ പാനൽസ്. ഇത്തരത്തിലുള്ള ഈ എയർപോർട്ട്സ് അതിൻ്റെ ആവശ്യമായിട്ടുള്ള കറണ്ട് സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ബയോഗ്യാസിനെ കുറിച്ചാണ്. വി ക്യാൻ ജനറേറ്റ് ഫ്യൂവൽ ഫ്രം ബയോ വേസ്റ്റ് വിച്ച് കോസസ് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ്. നമുക്ക് ഈ ഒരു ബയോ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഫ്യൂവൽ നിർമ്മിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ബയോഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഡിറൈവ്ഡ് ഫ്രം ബയോ വേസ്റ്റ്. ഇത് ബയോ വേസ്റ്റുകളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഫ്യൂവലാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ചില വീടുകളിലൊക്കെ നമ്മൾ ബയോഗ്യാസ് കാണാറുണ്ടല്ലേ? ഈ ഒരു ബയോഗ്യാസ് ഉപയോഗിച്ചിട്ട് എന്താണ് നമുക്ക് ഫ്യൂവൽ, ഇന്ധനം ഉണ്ടാക്കാൻ പറ്റും. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അപ്പ് ബയോഗ്യാസ് പ്ലാന്റ്സ് ഇൻ യുവർ സ്കൂൾ ആൻഡ് ഹോം? നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ്സ് സ്കൂളുകളിലും വീടുകളിലും വെക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ബയോഗ്യാസ് നിർമ്മിക്കുന്നത് ഫ്യൂവൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. സോ നമ്മൾ ഈ ഒരു ബയോഗ്യാസ് കാരണം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഫ്യൂവൽ കിട്ടും. ഈ ഒരു ഫ്യൂവൽ നമുക്ക് കുക്കിങ്ങിനും ലൈറ്റിനിങ്ങും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി
പൊല്യൂഷനെ കുറയ്ക്കും, റെഡ്യൂസസ് പൊല്യൂഷനാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഹെൽപ്സ് മാനേജ് ആൻഡ് റീസൈക്കിൾ വേസ്റ്റ് എഫക്റ്റീവ്ലി. കാരണം നമ്മൾ ഈ ഒരു ബയോഗ്യാസിൽ ഫുഡ് വേസ്റ്റ്, പ്ലാന്റ്സ് വേസ്റ്റ് ഒക്കെ ആണല്ലോ ഇടുന്നത്. സോ നമുക്ക് ഈ ഒരു വേസ്റ്റ് ഒക്കെ എന്താണ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സേവ്സ് മണി ബൈ റെഡ്യൂസിങ് ദി യൂസ് ഓഫ് ട്രഡീഷണൽ ഫ്യൂൽസ്. മറ്റു ഫ്യൂൽസ് നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ്, പെട്രോളൊക്കെ പോലത്തത് വാങ്ങി പൈസ ആവില്ലേ, ഒരുപാട് ക്യാഷ് ആവും. അതൊക്കെ നമുക്ക് എന്താകാം, കുറയ്ക്കാം. അത് കാരണം നമുക്ക് ഈ ഒരു ഫ്യൂവൽ ഉപയോഗിക്കുന്നതിന് അത്ര വലിയ ചിലവില്ല. നമ്മൾ വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്യൂവൽ ഉണ്ടാക്കുന്നത്. അത് കാരണം നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങളോട് ബെനിഫിറ്റ്സ് ഓഫ് ബയോഗ്യാസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. വിസിറ്റ് എ ബയോഗ്യാസ് പ്ലാന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് പോയി നിരീക്ഷിക്കാൻ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു ഹാവ് ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എനർജി പ്രൊഡക്ഷൻ, ഹാവൻറ്റ് യു? നമ്മളിപ്പോൾ എനർജി ഉണ്ടാക്കുന്നതിൻ്റെ കുറേ മെത്തേഡ്സ് പഠിച്ചില്ലേ? കാറ്റിൽ നിന്ന്, വിൻഡിൽ നിന്ന്, സൺലൈറ്റിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചു. ക്യാൻ ദീസ് സോഴ്സസ് സാറ്റിസ്ഫൈ ഓൾ അവർ എനർജി നീഡ്സ്? ഈ എനർജികളൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾ തൃപ്തിയാക്കാൻ, സാറ്റിസ്ഫൈ ചെയ്യാൻ മതിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോരാ, നമുക്ക് ഇനിയും എനർജികൾ ആവശ്യമുണ്ട്. അതാണ് നെക്സ്റ്റ് പേജിൽ പറയുന്നത്. The methods provided below are also used for energy production. ഇനി എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴെ നിങ്ങൾക്ക് കുറച്ച് മറ്റു മെത്തേഡ്സുകൾ തന്നിട്ടുണ്ട്. തെർമൽ പവർ പ്ലാന്റ്സ് യൂസിങ് ഡീസൽ ആൻഡ് കോൾ. ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ദി ടൈഡൽ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനം. ജിയോ തെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ മറ്റു എനർജികളാണ്. ഓക്കെ, കളക്ട് മോർ ഇൻഫോർമേഷൻ എബൌട്ട് ദിസ് ആൻഡ് പ്രിപ്പയർ ആൻ എസ്സേ. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു എസ്സേ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം പറഞ്ഞതാണ് തെർമൽ പവർ പ്ലാന്റ്സ്. തെർമൽ പവർ പ്ലാന്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? തെർമൽ പവർ പ്ലാന്റ്സ് ബേൺ കോൾ ഓർ ഡീസൽ ടു മേക്ക് ഹീറ്റ്. കോള്, ഡീസലൊക്കെ കത്തിച്ചിട്ട് ആണ് കത്തിച്ച് അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ചൂട് ഉണ്ടാക്കും. ദിസ് ഹീറ്റ് ചേഞ്ചസ് വാട്ടർ ഇൻ ടു സ്റ്റീം. ഈ ഹീറ്റ് വെള്ളത്തിനെ നീരാവിയാക്കും. ദ സ്റ്റീം ടേൺസ് ബിഗ് വീൽസ് കാൾഡ് ടെർബൈൻസ്. ഈ ഒരു സ്റ്റീം എന്താക്കും? ടെർബൈൻ്റെ വീൽസിനെ കറക്കും. ദ ടെർബൈൻസ് ഹെൽപ്പ് മേക്ക് ഇലക്ട്രിസിറ്റി. അങ്ങനെ ഈ ഒരു ടെർബൈന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. ഇങ്ങനെയാണ് തെർമൽ പവർ പ്ലാന്റ്സിൻ്റെ വർക്കിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ടൈഡൽ എനർജി. ഇത് ഓഷ്യൻ്റെ തിരമാലകളിൽ നിന്നാണ് എനർജി ഉണ്ടാക്കുന്നത്. ടൈഡൽ എനർജി യൂസസ് ദി മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വേവ്സ്. വെൻ വേവ് മൂവ് ദേ ക്യാൻ ടേൺ ടർബൈൻസ് ദാറ്റ് മേക്ക് ഇലക്ട്രിസിറ്റി. ഇത് വേവിൻ്റെ അനക്കം അനുസരിച്ചിട്ട് എന്താണ്, ടെർബൈന് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ദീസ് എനർജി കംസ് ഫ്രം ദ സീ ആണ്. ഇത് കടലിൽ നിന്നാണ് ഈ ഒരു എനർജി കിട്ടുന്നത്. അടുത്തതാണ് ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി യൂസസ് ഹീറ്റ് ഫ്രം ഡീപ്പ് ഇൻസൈഡ് എർത്ത്. അത് ഭൂമിയുടെ ഉള്ളിൽ നിന്നാണ് ഹീറ്റ് എടുക്കുന്നത്. ദിസ് ഹീറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് സ്റ്റീം ദാറ്റ് ടേൺസ് ടർബൈൻസ് ടു ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി. ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റീം ഉണ്ടാക്കുന്നു, അങ്ങനെ ടെർബൈനെ കറക്കുന്നു, അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അടുത്തതാണ് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി കംസ് ഫ്രം ടൈനി പാർട്ടിക്കിൾസ് ഇൻസൈഡ് ആറ്റംസ്. ഇത് ആറ്റം പോലെയുള്ള ചെറിയ പാർട്ടിക്കിൾസിൽ നിന്നാണ് ന്യൂക്ലിയർ എനർജി ഉണ്ടാകുന്നത്. വെൻ ദീസ് പാർട്ടിക്കിൾസ് സ്പ്ലിറ്റ് ദേ റിലീസ് എ ലോട്ട് ഓഫ് എനർജി. ഇത് സ്പ്ലിറ്റ് ആക്കുമ്പോൾ, ഇത് ഭാഗിക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ എനർജി പുറത്ത് വരുന്നു. ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഓൾ ദീസ് എനർജി സോഴ്സസ് ഹെൽപ്പ് us ഗെറ്റ് ഇലക്ട്രിസിറ്റി. ഈ എനർജി, ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ എനർജി സോഴ്സുകളും നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോട്ട് ബോക്സിനെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രത്തിൽ ഹോട്ട് ബോക്സ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡൊക്കെ ഇതിൽ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ചൂട് പോവാതെ ഇത് കീപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാം. എങ്ങനെ? എനർജി നഷ്ടപ്പെടുന്നത് കുറച്ചുകൊണ്ട്. അതായത് ഇവിടെ പറയാണ്,
ഹോട്ട് ബോക്സ് ഈസ് എ വെരി സിമ്പിൾ ഡിവൈസ് ടു കീപ് ദ ഫുഡ് ഫ്രം ലോസിങ് ഇറ്റ്സ് ഹീറ്റ്. ഭക്ഷണത്തിൻ്റെ ചൂട് പോവാതെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ ഒരു ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത്. ഇഫ് വി കീപ് ദി ഹാഫ് കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് ഇൻ ദ ബോക്സ് ദേ ഗെറ്റ് കുക്ക്ഡ്. അതായത് നമ്മൾ ഹാഫ് കുക്കായിട്ടുള്ള ഫുഡ് എടുത്തിട്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഫുള്ളി കുക്കാവും എന്നാണ് പറയുന്നത്. ഇറ്റ് സേവ്സ് എനർജി ബൈ പ്രിസേർവിങ് ദി ഹീറ്റ് ഇൻസൈഡ്. ഇത് ഉള്ളിൽ ചൂടിങ്ങനെ അടക്കി പിടിക്കും, അങ്ങനെയാണ് ഇത് കുക്കാവുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ റൈസ് കുക്കർ ഉണ്ടല്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഉമ്മമാരോട് ചോദിച്ചാൽ മതി. അതിലെന്താണ് നമ്മൾ ഹാഫ് ചൂടാക്കിയിട്ട് അരി അതിൽ വെക്കും. എന്നിട്ട് എന്താണ്, നമുക്ക് ആ ഒരു അരി ചൂടാവാനുള്ള ഫ്യൂവൽ മാത്രം മതി. കംപ്ലീറ്റ് ആയിട്ട് കുക്കാവാനുള്ള നമുക്ക് ഫ്യൂവൽ ആവശ്യം വരുന്നില്ല. അരി ചൂടാവാനുള്ള ഫ്യൂവൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചൂട് തങ്ങി നിന്നിട്ട് ബാക്കിയുള്ളത് കുക്കായിക്കോളും. ഓക്കെ. ഫ്യൂവൽസ് ഓഫ് ദി ഫ്യൂച്ചർ, ഭാവിയിലെ ഇന്ധനങ്ങൾ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി വേരിയസ് യൂസസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഹാവിൻ യു. വാട്ട് ആർ ദെയർ ലിമിറ്റേഷൻസ്? നമ്മൾ ഒരുപാട് ഫോസിൽ ഫ്യൂവൽസിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്നാണ് ചോദിച്ചത്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിരുകൾ എന്നാണ്. ഗെറ്റ് എക്സ്ഹോസ്റ്റഡ് വിത്ത് യൂസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഉപയോഗിച്ചാൽ തീർന്നു പോവും. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ പെട്രോളോ ഡീസലോ ഒക്കെ പോലത്തതാണ്. അത് നമ്മൾ ഉപയോഗിച്ചാൽ അത് തീർന്നു പോവുമല്ലോ. മറ്റെന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് അതിനുള്ളതെന്നാണ് ചോദിച്ചത്. അടുത്ത പോയിന്റ് നമുക്ക് എഴുതാം. അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, മലിനീകരണം ഉണ്ടാക്കുന്നു. അത് കത്തിക്കുമ്പോൾ അത് പുക പുറത്ത് വിടുന്നില്ലേ, അത് കാരണം പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അടുത്ത പോയിന്റ് ഹാംഫുൾ ടു ഹെൽത്ത്. അത് ഈ ഒരു പൊല്യൂഷൻ എന്താണ്, നമ്മുടെ ആൾക്കാർക്ക് എന്താണ് കേടാണ്. അത് നമ്മളെ രോഗിയാക്കും, പീപ്പിളിനെ സിക്കാക്കും. ഇനി അടുത്തത് എഴുതാം. കോസ് ഗ്ലോബൽ വാർമിംഗ്. ദേ റിലീസസ് ഗ്യാസസ് ദാറ്റ് ഹീറ്റ് അപ്പ് ദി എർത്ത്. അത് ഭൂമിയെ ചൂടാക്കുന്ന ഹീറ്റ് അത് പുറത്തു വിടുന്നു. അത് കാരണം ഇത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നു. പിന്നെ നമുക്ക് എഴുതാം ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു ഫോം. ഇത് തീർന്നു പോയാൽ പിന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. ഈ പോയിന്റ്സ് ഒക്കെ ഇതിൻ്റെ പരിമിതികളാണ്. ഈ ഒരു ഫോസിൽ ഫ്യൂവൽസിൻ്റെ ലിമിറ്റേഷൻസിൽ പെടുന്നതാണ്. സോളാർ എനർജിയും വിൻഡ് എനർജിയും ടൈഡൽ എനർജിയും ഒക്കെ ഈ ഒരു ലിമിറ്റേഷൻസ് ഇല്ലാത്ത എനർജീസാണ്. അത് നമുക്ക് തീർന്നു പോവില്ല. അത് ഒരുപാടുണ്ട്. അത് നാച്ചുറലാണ്. ഇത് ചോദിക്കുകയാണ്, ഈ സൺലൈറ്റ് അവൈലബിൾ എവരിവെയർ അറ്റ് ഓൾ ടൈം. സൂര്യപ്രകാശം എല്ലാ സമയത്തും എല്ലായിടത്തും അവൈലബിൾ ആണോ, കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അല്ല, സൂര്യപ്രകാശം എല്ലാ സമയത്തും എല്ലായിടത്തും ഒരേപോലെ അല്ല. അത് എന്തൊക്കെ അനുസരിച്ച് മാറും, ഡേയും നൈറ്റും, രാത്രിയും പകലനുസരിച്ച് മാറും. പിന്നെയോ മേഘങ്ങൾ, നല്ല മേഘങ്ങൾ ഉണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലൊക്കെ വെയിലുണ്ടാവില്ല. സോ കാലാവസ്ഥ അനുസരിച്ചൊക്കെ അതിൽ മാറ്റം വരുന്നതാണ്. അടുത്തത് ചോദിക്കുകയാണ്, ഈസ് ദ സ്പീഡ് ഓഫ് വിൻഡ് യൂണിഫോം? ഈ വിൻഡിൻ്റെ, കാറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതാണോ, യൂണിഫോം ആണോ, ഒരേപോലെ തന്നെയാണോ എന്നാണ്. നോ, അല്ല. വിൻഡ് സ്പീഡ് ഈസ് നോട്ട് യൂണിഫോം. അത് യൂണിഫോം അല്ല, സ്ഥിരതയുള്ളതല്ല. ഇറ്റ് ക്യാൻ ബ്ലോ ഫാസ്റ്റ് ഓർ സ്ലോ. ചിലപ്പോൾ നന്നായിട്ട് വീശാം, ചിലപ്പോൾ ഉണ്ടാവില്ല. ചേഞ്ച് വിത്ത് ടൈം ആൻഡ് പ്ലേസ്. സമയവും പ്ലേസും അനുസരിച്ച് അതിൽ മാറ്റം വരാം. ചില സ്ഥലത്ത് അത് ഭയങ്കര ശക്തിയായിട്ടുണ്ടാവും. ബി സ്ട്രോങ്ങർ ഇൻ സം ഏരിയാസ് ദാൻ അതേഴ്സ്. ചോദിക്കുകയാണ്, വാട്ട് അബൌട്ട് ദി ടൈഡൽ വേവ്സ്? ടൈഡൽ വേവ്സ് എങ്ങനെയാണെന്നാണ്. ടൈഡൽ വേവ്സ് എന്ന് പറയുന്നത് ബിഗ് വേവ്സ് ആണ്, കടലിലുള്ള വലിയ തിരമാലകളാണ്. ദാറ്റ് കം ആൻഡ് ഗോ എവറി ഡേ. അത് എല്ലാ ദിവസവും ഉണ്ടാവും. ദേ ഡു നോട്ട് ഹാപ്പൻ ദി സെയിം വേ ഓൾ ദി ടൈം. പക്ഷേ എല്ലാപ്പോഴും ഒരേപോലെ ഉണ്ടാവണം എന്നില്ല. We can't generate electricity always at the same rate from these sources. നമുക്ക് എപ്പോഴും ഒരേപോലെയുള്ള അളവിൽ ഇതിൽ നിന്നും, ഈ സോഴ്സുകളിൽ നിന്നൊന്നും കറണ്ട് ഉൽപ്പാദിക്കാൻ സാധിക്കില്ല. ഇത് ഈ ഒരു എനർജീൻ്റെ ലിമിറ്റേഷൻസ് ആണ് അല്ലേ, പരിമിതികളാണ് അല്ലേ. സോ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് ബയോഡീസൽ ആർ എക്സാമ്പിൾ ഫോർ സച്ച് പ്രൊമിസിങ് ഫ്യൂവൽസ്. അങ്ങനെ അവർ കണ്ടെത്തിയിട്ടുള്ള മറ്റു 2 എനർജീസാണ് ഹൈഡ്രജനും ബയോഡീസലും എന്ന് പറയുന്നത്. ഓക്കെ. കളക്ട് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദീസ് ഫ്യൂവൽസ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. ഈ ഫ്യൂവൽസിനെ പറ്റിയിട്ട് കുറേ പഠനം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
ഹൈഡ്രജനെ പറ്റി എഴുതാം. ഹൈഡ്രജൻ ഈസ് എ ക്ലീൻ ഫ്യൂൽ. അതൊരു ക്ലീൻ ഫ്യൂലാണ്. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഓൺലി വാട്ടർ, നോട്ട് സ്മോക്ക് ഓർ പൊല്യൂഷൻ. അത് ഉപയോഗിച്ചാൽ വെള്ളം മാത്രമാണ് ഉണ്ടാവുന്നത്, പുകയോ മലിനീകരണമോ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കാർസ്, റോക്കറ്റ്സ് ആൻഡ് ടു മേക്ക് ഇലക്ട്രിസിറ്റി. അത് കാറിലും റോക്കറ്റ്സിലും ഉപയോഗിക്കാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കാം. ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് നീഡ് സ്പെഷ്യൽ വേസ് ടു സ്റ്റോർ ആൻഡ് യൂസ്. അത് പക്ഷെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള വഴികളൊക്കെ വേണം. അടുത്തതാണ് ബയോഡീസൽ. ബയോഡീസൽ ഈസ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ് ലൈക്ക് സൺഫ്ലവർ, സോയാബീൻ ഓർ യൂസ്ഡ് ഇൻ കുക്കിംഗ് ഓയിൽ. എന്താണ് നമ്മൾ സൺഫ്ലവറിൽ നിന്നും സോയാബീനിൽ നിന്നൊക്കെയാണ് ഈ ഒരു ബയോഡീസൽ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് നാച്ചുറൽ ഫ്യൂവൽ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്. അത് നാച്ചുറൽ ഫ്യൂവലാണ്, ഇത് നമ്മൾക്ക് വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് കോസസ് ലെസ് പൊല്യൂഷൻ ദാൻ പെട്രോൾ ഓർ ഡീസൽ. പെട്രോളിനെക്കാട്ടിലും ഡീസലിനെക്കാട്ടിലും കുറച്ച് പൊല്യൂഷൻസ് ആണ് അതുണ്ടാക്കുന്നത്. ബട്ട് ഇറ്റ് മേ ബി കോസ്റ്റ്ലി ആൻഡ് നോട്ട് അവൈലബിൾ എവരിവെയർ. പക്ഷെങ്കിൽ ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്, എല്ലായ്പ്പോഴും എല്ലായിടത്തും അവൈലബിൾ അല്ല. സോ ഫ്രണ്ട്സ്, നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയാം. നമ്മൾക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ചെയ്യണേ. So that's all. Thank you friends.